കടം വേണോ? ലോകോത്തര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ. ജ്യോതി മൊബൈൽസ്, ഏരൂർ. സണ്ണി 18-ാം വാർഡിൽ ഞാനാണ് മത്സരിക്കുന്നത്. ഏഴംകുളം രാജൻ, 2-ലെ ചിഹ്നം. വിലയേറിയ വോട്ടുകൾ തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രത്യേകം പറയുന്നു. പണിക്കരെ വിക്രമൻ, സാറെ അനുഗ്രഹിക്കണം. അറിയാമല്ലോ കാര്യങ്ങളൊക്കെ. റോയി, 18-ാം വാർഡ് സ്ഥാനാർത്ഥി ഞാനാണ്. 2-ലെ ചിഹ്നം. ഇവരെ വോട്ട് ചേർന്ന് വിജയിപ്പിക്കണം. അന്നേരം വോട്ട് തന്ന് വിജയിപ്പിക്കണം. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ UDF കോട്ട എന്നറിയപ്പെടുന്ന ഏഴംകുളം വാർഡിക്കുറി തിരിച്ചു പിടിക്കുമെന്ന വലിയ ആത്മവിശ്വാസമാണ് ഇടതുമുന്നണിക്കുള്ളത്. ഇതിനായി കുറി അംഗം കുറിക്കാൻ ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത് കർഷക നേതാവായ ഏഴംകുളം രാജൻ എന്ന വർഗീസ് രാജനെയാണ്. കേരള കോൺഗ്രസ് M പ്രതിനിധിയാണ് വർഗീസ് രാജൻ. നിരവധി വർഷക്കാലം YMCAയുടെ പ്രസിഡന്റ് ആയിരുന്നു. ഇക്കാലയളവിൽ നടത്തിയ പ്രവർത്തനങ്ങൾ രാജനെ കൂടുതൽ സംഘടനകളുടെ തലപ്പത്തേക്കും എത്തിച്ചു. നിലവിൽ ആഗോള ജീവകാരുണ്യ സംഘടനയുടെ അഞ്ചൽ മേഖലയുടെ അധ്യക്ഷനാണ് വർഗീസ് രാജൻ. നിരവധി കർഷക സമരങ്ങൾക്ക് നേതൃത്വം നൽകി. വിദേശ മലയാളി സംഘടനയുടെ തലപ്പത്തും സേവനമനുഷ്ഠിച്ചു. കേരള കർഷക യൂണിയൻ എമ്മിന്റെ ജില്ലാ പ്രസിഡന്റാണ്. പൊതുപ്രവർത്തന, ജീവകാരുണ്യ മേഖലയിലെ അനുഭവ സമ്പത്തും കോൺഗ്രസിലെ വിമതപ്പോരും രാജനെ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. 18-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥിയാണ്. അതിന് 2-ലെ ചിഹ്നത്തിൽ ഒരു വോട്ട് ചെയ്ത് വിജയിപ്പിക്കണം. ബാക്കി വോട്ടുകൾ അരിവാളും നെൽക്കതിരും. രണ്ടിലെ ചിഹ്നത്തിൽ വോട്ട് LDF സ്ഥാനാർത്ഥിയാണ്. പിന്നെ അരിവാട് നെൽക്കതിരുമാണ് ജില്ലയും ബ്ലോക്കും. LDFിൻ്റെ സ്ഥാനാർത്ഥിയാണ്. 2-ലെയാണ് എൻ്റെ ചിഹ്നം. പിന്നെ ബ്ലോക്കും അതുപോലെ ജില്ലയും അരിവാളും നെൽക്കതിരും. അമ്മച്ചി കൈയോട് വന്നതല്ലേ ആണ്. TV അല്ലേ, TV ഞാൻ ചെയ്യാൻ എനിക്ക് വഴി വൃത്തിയാക്കി തരണം. ശരി എന്നാ. അച്ഛൻ മാത്രമേ അറിഞ്ഞല്ലോ, ബാക്കി സ്ഥാനാർത്ഥിയുടെ കൂടെ കൊണ്ടുവരാനുണ്ട്. അത് കുറേ ദൂരം പോകട്ടെ. അവർക്ക് 3-4 പഞ്ചായത്തില്ലേ. ഇതേ ഞാൻ ഏഴംകുളം വാർഡിൻ്റെ LDF സ്ഥാനാർത്ഥിയാണ്. ഒരു വോട്ട്. 2-ലെയാണ് എൻ്റെ ചിഹ്നം. ഓ ചക്കര. ഏഴംകുളം 18-ാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി 2-ലെ ചിഹ്നത്തെ ഞാൻ മത്സരിക്കുകയാണ്. നിങ്ങൾ അനുഗ്രഹിക്കണം, വോട്ട് ചെയ്യണം. അതുപോലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്ത പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാമായിരിക്കും. എൻ്റെ സംഘടനാ പ്രവർത്തന പാരമ്പര്യത്തിൽ വിദ്യാഭ്യാസ കാലം തൊട്ട് വിദ്യാർത്ഥി കോൺഗ്രസ്സിലും അതിനുപരി പ്രധാനമായിട്ട് ഇപ്പം ഞാൻ പ്രവർത്തിക്കുന്ന രംഗമെന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിലാണ്. കാർഷിക മേഖലയിൽ 6ഓളം സമരങ്ങൾ കൊല്ലത്ത് കളക്ട്രേറ്റിൻ്റെ അവിടെ നിന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ നടത്തി. റബ്ബറിൻ്റെ വിലസ്ഥിരത ഫണ്ടിന് വേണ്ടി, അതുപോലെ തന്നെ വന്യമൃഗ ആക്രമണത്തിനെതിരായിട്ട് 1972 കേന്ദ്ര ഗവൺമെൻറ് വനനിയമം മാറ്റി എഴുതണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഘാട്ട് കരാറിനെതിരെ അങ്ങനെ നിരന്തരമായി കർഷകർക്ക് വേണ്ടിയുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ ഞാൻ YMCAയിൽ 3 വർഷം പ്രസിഡൻ്റായിരുന്ന കാലത്ത് YMCAയുടെ കേസും അതിനുപരി ഒരു വലിയ ഭാരിച്ച ഒരു കടവും മാറ്റി അതിനെ നേരെ കൊണ്ടുവരാൻ സാധിച്ചു. ഈ അടുത്ത സമയത്ത് അഞ്ചലുള്ള ഒരു പ്രമുഖ സാമൂഹിക സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നു. അതിനുപരി ഒരു വിധവയ്ക്കും 2 പിഞ്ചു കുഞ്ഞുങ്ങളും അടങ്ങുന്ന ഒരു വിധവയ്ക്ക് അവർക്കൊരു വീട് വെച്ച് 28 ദിവസം കൊണ്ടൊരു വീട് വെച്ച് നൽകാൻ സാധിച്ചു. അതൊക്കെ മനസ്സിന് സന്തോഷവും ചാരിതാർത്ഥ്യവും നൽകുന്ന സംഗതികളാണ്. എല്ലാവരുടെയും വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന്, അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരായി മത്സരിക്കുന്ന ഷിബിന, തുഷാര, അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിൽ അവരെയും വിജയിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.
പ്രദേശവാസിയായ ഏഴംകുളം രാജനിലൂടെ ഏഴംകുളത്തെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ കഴിയുമെന്ന ശുഭപ്രതീക്ഷയാണ് ഇടതുമുന്നണി പങ്കുവയ്ക്കുന്നത്. നാട്ടുവാർത്ത കുളത്തൂപ്പുഴ.